ഇന്ന് ഞാൻ എൻ്റെ കപ്പൽ മുഴുവൻ ഒന്ന് ചുറ്റിക്കാണിക്കാം. ഇത് കപ്പലിന്റെ പൂപ്പ് ഡെക്ക് എന്നറിയപ്പെടുന്ന ഏറ്റവും പിൻഭാഗമാണ്. പിന്നിലെ മൂറിംഗ് സ്റ്റേഷനും ഇത് തന്നെയാണ്. കപ്പൽ കെട്ടിയിടാനുള്ള കയറും അതിന് സഹായിക്കുന്ന വിഞ്ചും ഇവിടെ കാണാം. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ദേ ഈ കാണുന്നതാണ് ഗ്യാങ് വേ. ഇത് കപ്പലടുപ്പിച്ച് കെട്ടിക്കഴിയുമ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാനും ബോട്ടിലെ ജീവനക്കാർക്ക് കപ്പലിലേക്ക് വരാനുള്ള ഒരു ലാഡറാണ്. ഇതാണ് ബങ്കർ സ്റ്റേഷൻ. ഇതിലൂടെയാണ് കപ്പലിന് എണ്ണ അടിക്കുന്നത്. ഇതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതാണ് കപ്പലിന്റെ സൂപ്പർ സ്ട്രക്ചർ എന്നറിയപ്പെടുന്ന അക്കോമഡേഷൻ ഏരിയ. ഇതിന്റെ ഉള്ളിലാണ് ഞങ്ങളുടെ ക്യാബിൻസും ഗാലിയും മെസ് റൂമും ഒക്കെ വരുന്നത്. ഇതിന്റെ ഏറ്റവും മുകളിലായിട്ടാണ് നാവിഗേഷൻ ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന കപ്പൽ ഓടിക്കുന്ന സ്ഥലം. ഇത് കാർഗോ നിറയ്ക്കാനുള്ള അറകളാണ്. മൊത്തം 5 അറകളാണ് ഇതിനുള്ളത്. ഞാനിപ്പോൾ പോർട്ട് സൈഡിലൂടെയാണ് പോകുന്നത്. സ്റ്റാർബോർഡ് സൈഡ് ചേർത്താണ് കപ്പൽ കെട്ടിയിരിക്കുന്നത്. അതുവഴി കാർഗോ ഇറക്കുന്നതിനാൽ സേഫ് അല്ലാത്തതുകൊണ്ടാണ് ഈ വഴി പോകുന്നത്. നമ്മൾ ഈ സൈഡിൽ കാണുന്ന സാധനങ്ങളെല്ലാം അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ടാവും. ഈ കാണുന്നത് പൈലറ്റിന് കപ്പലിലേക്ക് കയറാൻ വേണ്ടിയുള്ള ഒരു ലാഡറാണ്. ഈ ലാഡറിന്റെ പേര് ജാക്കബ് ലാഡർ എന്നാണ്. ഇതിപ്പോൾ ചീഫ് ഓഫീസറിന് ഡ്രാഫ്റ്റ് ചെക്ക് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതുപോലെ ഓരോ കാർഗോ ഹോൾഡിന്റെ ഇടയിലും നമുക്ക് അപ്പുറ സൈഡിലേക്ക് പോകാനുള്ള വഴിയുണ്ടാവും. ഇതിന് ക്രോസ് ഡെക്ക് എന്നാണ് പറയുന്നത്. ഇത് കപ്പലിന്റെ സ്വന്തം ക്രെയിനാണ്. ഇതുപോലുള്ള 4 ക്രെയിനുകളാണ് കപ്പലിനുള്ളത്. ഷോർ ക്രെയിൻ ഉപയോഗിച്ചാണ് കാർഗോ ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവര് റെസ്റ്റിലാണ്. ഇതാണ് ഗ്രാബ്. ഇതുകൊണ്ടാണ് കാർഗോ കോരിയെടുക്കുന്നത്. ഇതിന്റെ വലിപ്പം എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് എംബാർക്കേഷൻ ലാഡർ. എന്തെങ്കിലും അപകടം പറ്റിയാൽ ഞങ്ങൾക്ക് കപ്പൽ വിട്ടിറങ്ങാനുള്ള ഒരു ലാഡറാണിത്. ഇത് ഈ അറകളുടെ കൺട്രോൾ ബോക്സ് ആണ്. ഓരോ അറകൾക്കും സെപ്പറേറ്റ് കൺട്രോൾ ബോക്സ് ഉണ്ടാവും. ഈ സ്റ്റിക്ക് എടുത്ത് അതിലോട്ട് ഇടുക, ഓപ്പറേറ്റ് ചെയ്യുക. ഇപ്പൊ ഹൈഡ്രോളിക് പമ്പ് ഓഫ് ആണ്. ഇതൊക്കെ ഹൈഡ്രോളിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ അറയിലെ കാർഗോ ഫുൾ ഇറക്കി കഴിഞ്ഞു. ഇപ്പൊ കാലിയാണ്. ഇനി നമ്മൾ പോകുന്നത് കപ്പലിന്റെ ഏറ്റവും മുൻഭാഗത്തേക്കാണ്. ഇവിടെയാണ് ഫോർവേഡ് മൂറിംഗ് സ്റ്റേഷനും വരുന്നത്. സ്നാപ്പ് ബാക്ക് സോൺ ആണ്. അതുകൊണ്ട് തന്നെ അകത്തേക്ക് അധികം കയറാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കപ്പൽ കെട്ടിയിരിക്കുന്ന കയറ് വിഞ്ചിലൊക്കെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കപ്പലിൽ ഏറ്റവും ശ്രദ്ധിച്ച് ചെയ്യേണ്ടതും ഏറ്റവും അപകടകരമായ ഒരു ഓപ്പറേഷനാണ് മൂറിംഗ് ഓപ്പറേഷൻ. ഈ കയറുകളിൽ ഏതെങ്കിലും ഒന്ന് പൊട്ടിയാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും. ഈ കയറിന്റെ വലിപ്പം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇതാണ് വിൻഡ്ലെസ്. കപ്പൽ നങ്കൂരം ഇടാൻ ഉപയോഗിക്കുന്നതാണ്. ഇത് ഇതിന്റെ ഓപ്പറേറ്റിംഗ് ലിവറാണ്. ഈ ചെയിന്റെ ഒരെൻഡ് നങ്കൂരത്തിലേക്കും ഒരെൻഡ് ഇതുപോലെ ആങ്കർ ചെയിൻ ലോക്കറിലേക്കുമാണ് പോയിരിക്കുന്നത്. ഇത് 2 സൈഡിലും ഓരോന്നുണ്ടാവും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ലൈഫ് റാഫ്റ്റ് ഇതാണ്. ഇത് വെള്ളത്തിലെടുത്തിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇത് കപ്പലിൽ മൊത്തം 5 എണ്ണം ഉണ്ട്. ബാക്കി 4 എണ്ണം അക്കോമഡേഷൻ ഏരിയയിൽ പോർട്ട് സൈഡും സ്റ്റാർബോർഡ് സൈഡും ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ശരി, ഇതൊക്കെയാണ് മെയിൻ ഡെക്കിലുള്ളത്.